അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയുടെ ടീസറിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് 30 സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു ടീസർ ഈ വരുന്ന ഫെബ്രുവരി 28 പുറത്തു വിടുന്ന ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ അകത്ത് തൃഷയുടെ ക്യാരക്ടർ നെയിം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രമ്യ എന്നാണ് ക്യാരക്ടർ നെയിം. അതുകൂടാതെ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 10 മിക്കവാറും ഈ ഗുഡ് ബാഡ് അഗ്ലി അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. ഗൈസ്, നാനിയുടെ ഹിറ്റ് 3 എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ കണ്ടു. വയലൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വയലൻസ് ഉള്ള ഒരു സിനിമ ഹിറ്റ് 3 എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒറിജിനൽ വേർഷൻ കണ്ട, ഞാൻ ഒരു മലയാളം വേർഷൻ കണ്ടിട്ടില്ല. സോ അത് തീർച്ചയായിട്ടും ഞാൻ എന്തെങ്കിലും കാണാം. നിങ്ങൾ കാണാൻ തീർച്ചയായും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നല്ല കൊടും വയലൻസ്. അതിൻ്റെ ലാസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്, എൻ്റെ പൊന്ന് 2 കഷ്ണങ്ങളുടെ സീനൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പോയി നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലോകേഷ് തലൈവറിനെ വെച്ച് നിലവിൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വന്നത്. കൂലി സിനിമയുടെ ടീസർ ലോക്കായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകത്ത് ടീസർ റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നത്. എല്ലാവരും ഏറെക്കുറെ കാത്തിരിക്കുന്ന സിനിമയാണ് സർദാർ 2. മോസ്റ്റ് അവൈറ്റഡ് സീക്വലാണ്. അതായത് നമ്മുടെ മിത്രൻ കാർത്തിയെ വെച്ച് സംവിധാനം ചെയ്ത പടമാണ് സർദാർ സിനിമയുടെ 2ാം ഭാഗമായ സർദാർ 2ൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സിനിമാ പ്രാന്തന്മാർക്കും ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്, അതായത് എൽസിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഖൈദി സിനിമയിൽ ശരിക്കും അഭിനയിക്കുക എന്നത് മൻസൂർ അലിഖാൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മുമ്പേ അറിയാമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത്. സോ അത് ശരിക്കും മൻസൂർ അലിഖാനാണ് ശരിക്കും അഭിനയിക്കുക ഇരുന്നത്. പക്ഷേ പുള്ളി ആ ടൈമിൽ അറസ്റ്റിലായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് അത് പോയി. പിന്നെ അതുകൂടാതെ തന്നെ ഇത്രയും വെയിറ്റ് ചെയ്യുന്നതോറും ആ പടത്തിൻ്റെ ബഡ്ജറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ലോ ബഡ്ജറ്റിൽ വന്ന പടമാണ് ഖൈദി. സോ അങ്ങനെ ആ കഥ നേരെ കാർത്തിയിലെത്തുകയും കാർത്തികയായിട്ട് ആ പടത്തിന് ഓക്കെ പറയുകയും ചെയ്ത് അതിൽ അഭിനയിച്ച് വമ്പൻ കളക്ഷൻ നേടിയൊരു സിനിമയാണ് ഖൈദി. അതിൽ എൽസിയുടെ സ്റ്റാർട്ട്. അതുമാത്രമല്ല, ആ സിനിമയുടെ ശരിക്കുള്ള പേര് ഖൈദി എന്നല്ലായിരുന്നു, മാനഗരം ഖൈദി എന്നായിരുന്നു ആ സിനിമയ്ക്ക് ഇടാനിരുന്ന പേര്. അതായത് മൻസൂർ അലിഖാൻ അഭിനയിക്കുകയായിരുന്നെങ്കിൽ മാനഗരം ഖൈദി എന്നായിരുന്നു ആ ഒരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ എൽസിയുടെ സ്റ്റാർട്ടിങ് സിനിമ മിക്കവാറും അങ്ങനെ തന്നെ വരാം. അത്ര അപ്ഡേറ്റ്സിലൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.